ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാനിപൂരിയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാനിപൂരിയാണ്. നമ്മളല്ലല്ലോ ഉണ്ടാക്കുന്നത്, നമ്മുടെ ഗറഫിൽ താഴത്തെ പഞ്ചാബി ആന്റിയാണ് പാനിപൂരി ഉണ്ടാക്കി കൊടുക്കുന്നത്. ആർക്ക് കൊടുക്കുന്നു? എനിക്ക് തരുന്നു. ഇല്ല, നമുക്ക് എല്ലാവർക്കും തരും. നമ്മൾ വളരെ സന്തോഷത്തോടെ കഴിക്കും. അപ്പം ഞങ്ങളിപ്പം ആൻറ്റിയുടെ അടുത്തോട്ട് പോകാനുള്ള ധൃതിയില്ല. ആൻറ്റി കുറേ നേരമായിട്ട് വിളിച്ചോണ്ടിരിക്കുക. ആൻറ്റിയുടെ അടുത്ത് പോയി ഞങ്ങൾ പാനിപൂരി ഉണ്ടാക്കാൻ പഠിക്കട്ടെ. കഥ ഓർക്ക് हाय आंटी, हाउ आर यू? मैं ही तैयार कर देती, साड़ी बांध लेती। कैसा है हेल्थ? अभी तो ठीक है थोड़ा, तब भी मैं क्या बनाती हूँ। धनिया धनिया एंड पुदीना स्मॉल थोड़ा सा चाहिए और 1 चिली। ओके, ठीक है, इसको हम ग्राइंड करेंगे। ये ऑयल क्या है आंटी? सनफ्लावर ऑयल है ये ऑयल? ये ऑयल कोई भी, मस्टर्ड ऑयल भी ले सकते हो, कोई भी ले सकते हो। मैंने राइस ऑयल लिया, कुछ भी चलेगा थोड़ा सा। ആൻറ്റി ആക്ച്വലി ഷെഫായിരുന്നു. इमली पल्प, ഇംലി പൾപ്പ് അറിയാം കേട്ടോ. क्या बोलते हैं അല്ല, വാളംപുളിയുടെ इसी में നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് പുളിവെള്ളത്തിൻ്റെ അകത്ത്, വാളംപുളിയുടെ വെള്ളത്തിൻ്റെ അകത്ത് അതിൻ്റെ ആ പൾപ്പ് മാത്രമായിട്ട് എടുത്ത് ഗരം പാനി മിക്സ് കരയോगी और नॉर्मल वाटर. हाँ, अपन साधारण വെള്ളത്തിലിട്ട്. इसमें स्वीट के लिए आप शुगर भी डाल सकते हो और वो गुड़ भी डाल सकते हो। गुड़ को क्या बोलते हैं? जैगरी या चीनी, कुछ भी आप डाल सकते हो. ഇത് നമ്മൾ പഞ്ചാര ഇടുന്നത്. നമുക്ക് ശർക്കരയെ നമുക്ക് ഉരുക്കിയിടാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ചേർത്തിട്ട് കലക്കി നന്നായിട്ട് എടുത്താൽ മതി. കുറച്ച് മധുരവും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. जीरा पाउडर है. ठीक है, थोड़ा सा हम जीरा पाउडर डालेंगे और थोड़ा सा नमक नॉर्मल भी डालेंगे और काला नमक, ബ്ലാക്ക് സോൾട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി ജീരകപ്പൊടി, ഇത് പെരുംജീരകമായിരിക്കുമോ? പെരുംജീരകപ്പൊടി, ഉപ്പ് 2 ഇതായിട്ട് ഇട്ടിട്ടുണ്ട്. നോർമൽ ഉപ്പും പിന്നെ നമുക്ക് ബ്ലാക്ക് സോൾട്ടും അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇപ്പം ടേസ്റ്റ് ചെയ്തിട്ട് ഇനി ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാമെന്നാണ് ആൻറ്റി പറഞ്ഞത്. नमक कम है. ओ ब्लैक सॉल्ट का स्पेशलिटी क्या है ऐड करने की? थोड़ा सा इसका फ्लेवर डिफरेंट होता है. हाँ, इसलिए ब्लैक सॉल्ट थोड़ा डालते. കുറച്ച് ഫ്ലേവർ വ്യത്യാസമുണ്ടെന്നാണ് ബ്ലാക്ക് സോൾട്ട് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ട്. കുറച്ച് ഫ്ലേവർ വരുമെന്നാണ് ആൻറ്റി പറഞ്ഞത്. ठीक है, मीठा ज्यादा नहीं डालना है. ठीक है, मीठा अच्छा है. ഇത് ഐസ് ഇടുന്നുണ്ടേ. हाँ, थोड़ा ठंडा होना चाहिए ना. ഈ നമ്മുടെ പാനിപ്പൂരിയുടെ വെള്ളം എപ്പോഴും നല്ല തണുത്ത് ഇരിക്കണം, അത് തന്നെ കഴിക്കുന്നതിന്റെ ഒരു സുഖം. അതിനാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. സമ്മർ ക്ലൈമറ്റിൽ കഴിക്കാൻ. पानी दोनों चीज आप अलग भी बना सकते हो. थोड़ा आप खट्टा पानी रख लो, थोड़ा आप शुगर वाला रख लो. अलग अलग भी रख सकते हो, किसी की चॉइस होती है. खट्टा കിഴങ്ങ് പുഴുങ്ങിയിട്ട് അത് നന്നായിട്ട് ചതച്ച് എന്താ പറയാ സ്മാഷ് ചെയ്ത് വെച്ചേക്കാം. और പ്യാജ് पुदीना नहीं है. പുതിന. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് പുതിന ആഡ് ചെയ്യുന്നില്ല. മല്ലിയിലയും നമ്മുടെ ഗ്രീൻ ചില്ലിയും സവാളയും ഉരുളക്കിഴങ്ങും ഇത്രയാണ് ഇപ്പം ആഡ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇത് തമ്മിൽ നന്നായിട്ട് കുഴച്ചെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും പൊടി ആഡ് ചെയ്യുമെന്ന് അറിയില്ല. जिसमें भी खाली थोड़ी सी लाल मिर्च डालते हैं. കുറച്ച് മുളക് പൊടി, जीरा पाउडर और नमक. ഇതിനകത്ത് ഉപ്പ്. इसको थोड़ा सा मिक्स कर देना है. ठीक है, इसको बॉयल किया हुआ, ये ज़्यादा थोड़ा हो गया. मतलब मैं उसने गैस देर से बंद किया. थोड़ा सा कम भी होगा तो चलेगा. इसमें भी थोड़ा सा प्याज और वो डाल देना. ये 2 मिक्सचर होते हैं. ठीक है, ये यूपी का मतलब ये इधर कहीं भी नहीं चलता है. ये सिर्फ यूपी में मिलेगा और बिहार में.
ഓക്കെ. ये 2 जगह आपको मिलेगा ये मिक्सचर, बाकी जगह नहीं मिलेगा, बाकी जगह ऐसा मिक्सचर मिलेगा। हाँ അപ്പം ആന്റി പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ ഗ്രീൻ മട്ടർ, നമ്മുടെ ഗ്രീൻ പീസ് वाइट मटर सोप करके നമ്മുടെ ഗ്രീൻ പീസ് പോലെ തന്നെ അതിന്റെ തന്നെ വൈറ്റ് ആയിട്ടുള്ള പീസ് കിട്ടും. ആ പീസ് സോക്ക് ചെയ്ത് പുഴുങ്ങിയെടുത്ത് ബോയിൽ ചെയ്തിട്ട് എടുത്താണ്. അപ്പം അതിൻ്റെ അകത്ത് ശരിക്കും ഇത് യു പിയിലും ബീഹാർ ആ ഒരു റീജിയനിലാണ് കൂടുതൽ കിട്ടുന്നത്. ഇവിടെ ഒന്നും ഇത് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഈ മട്ടറും നമ്മുടെ സവാളയും മല്ലിയിലയും പച്ചമുളകും ആണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഒന്നും കിട്ടില്ല. ഇപ്പോൾ ആൻറ്റി യു പിക്കാരിയാണ്, അപ്പോൾ അത് കാരണം അവിടെ കിട്ടുന്ന ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റും കൂടെ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതുകൂടെ ചെയ്യുന്നത്. ये राइस पानी पूरी है, ये रेडीमेड है और इसको तेज बिल्कुल हीट होनी चाहिए। റൈസ് ഫ്ലോർ റൈസ് ഫ്ലോർ ഇത് ഫ്രൈൻസ് പോലത്തെയാ. ഇത് നമ്മുടെ ദേശി വാല പൂരിയാണ്. അത് കഴിഞ്ഞ സാൻഡി പറഞ്ഞു തന്നായിരുന്നു. അതായത് ശരിക്കും അതിൻ്റെ അകത്ത് ആട്ട, സൂചി, അതായത് റവ और क्या है? रवा और आटा, इसमें राइस फ्लोर का है, राइस और रवा ये रेडीमेड है। ये रेडीमेड है। ये देसी वाला पूरी का क्या क्या वो मिक्सचर होता है। एक हिस्सा आटा होता है, 2 हिस्से सूजी होती है और उसको थिक बिल्कुल बहुत थिक डो बनता है उसका। और इसको छोटा छोटा बेल के बहुत पतला पतला उसको कपड़े में, गीले कपड़े में रखा जाता है। और उसके बाद उसको 1-1 करके फ्राई किया जाता है। ऐसे फूलना चाहिए। ओके। एक क्वांटिटी क्या है सूजी और आटा का? वन मतलब एक हिस्सा आटा, जैसे ग्लास मतलब जैसे 1 एक हिस्सा, जैसे आपने एक छोटी कटोरी आटा लिया है तो 2 कटोरी आपको सूजी लेना है। ഓക്കെ. അതായത് മറ്റേ 1:2 എത്രയാ? 1:2 അളവിൽ. അതായത് ഒരു ഗ്ലാസ് ആട്ടയാണ് എടുക്കുന്നതെങ്കിൽ 2 ഗ്ലാസ് റവ. ആ ഒരു അളവിലാണ് നമ്മൾ സാധാരണ നോർമൽ പൂരിയായിട്ട് ഇങ്ങനെ കുഴച്ചുണ്ടാക്കുന്ന മാവാണ് ഇങ്ങനെ എടുക്കുന്നത്. ഈ ഫ്രൈൻസിനേക്കാളും കുറച്ചുകൂടി ഒരു നാടൻ ടേസ്റ്റ് കിട്ടുന്നത് ശരിക്കും മറ്റേ പൂരിയിലാണ്. ഇതിപ്പോൾ ഇങ്ങനെ റെഡിമെയ്ഡാണ്, ഇതിങ്ങനെ വറന്ന് കിട്ടും. ആക്ച്വലി ഇത് എളുപ്പമാണ്, നല്ല രസമുണ്ടല്ലേ. ആൻറ്റി നമുക്ക് വേണ്ടി 2 ടൈപ്പ് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഒന്ന് വൈറ്റ് പീസും ഒന്ന് ഉരുളക്കിഴങ്ങും. ഞാൻ ശരിക്കും വീട്ടിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം പാനിപൂരി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടേ. ഈ തന്നെത്താൻ കുഴച്ച് അത്രയ്ക്ക് വലിയ സെറ്റപ്പായില്ല, എന്നാലും ഒരുവിധം ഓക്കെ ആയിരുന്നു. പുളിവെള്ളത്തിന് ഇത്രയും ടേസ്റ്റ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചാറ്റ് മസാല കൂട്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. എനിക്ക് ഈ ഒരു റെസിപ്പി അറിയത്തില്ലായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ നോക്കി അങ്ങനെ ഉണ്ടാക്കിയ. പക്ഷെ നമ്മൾ ഈ പൂരി ഉണ്ടാക്കുമ്പം അന്ന് വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു नॉर्थ इंडियन टेस्ट കിട്ടത്തില്ല. അതിന് നമ്മൾ എപ്പോഴും अभी तेरे को एक दही वाला भी तेरे को आज बना के दिखा। हाँ ओ उसके लिए दही लेनी पड़ती है और दही पूरी भेलपुरी काइंड ऑफ जो मीठा दही वाला। हाँ दही पूरी கூட मेरे को पसंद है दही पूरी। मेरे को पानी पूरी मेरे संजम को बहुत पसंद है, बहुत पसंद है। हाँ दही पूरी ज्यादा। അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മസ്റ്റാർഡ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഇത് വറുത്താലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് മറ്റേ ഒരു കുത്തല് വരും ചിലപ്പോൾ, ഒരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. തൈരിൻ്റെ അകത്ത് പഞ്ചാരയാണ് ഇട്ടേക്കുന്നത്. ദഹിപ്പൂരിയും കൂടെ ആൻറ്റി ഉണ്ടാക്കും എൻ്റെ കൂട്ടത്തിൽ. दही गाढ़ी है ना, थोड़ा सा पतला करना पड़ेगा। കട്ടി ആയതുകൊണ്ട് കട്ടി കുറയ്ക്കാനായിട്ട് ओके है दूध है मिल्क मतलब मैं पानी नहीं डालती ना। हाँ तो पानी से बेटर मैं दूध डालती। അപ്പം പാലാ ചേർത്തേക്കുന്നത്. അത് തൈര് ഇച്ചിരി നല്ല കട്ടിയായിട്ട് കിടക്കുന്ന കാരണം കട്ടി കുറയ്ക്കാൻ വേണ്ടി वो भी चीज ठीक हो जाती है। നമ്മുടെ ഈ ഫ്രൈംസ് ആയത് കാരണം ഇത്രയും പെട്ടെന്ന് നമുക്ക് പാനിപ്പൂരി ഉണ്ടാക്കാം. വലിയ താമസമൊന്നുമില്ല, ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് വറുത്ത് ഈ സാധനം ഒക്കെ പുഴുങ്ങിയെടുക്കാനും മാത്രമുള്ള സമയമുള്ളൂ. വേറെ സമയമൊന്നും അധികമായിട്ട് എടുക്കുന്നില്ല. अदरक, सूखी अदरक और नमक मिर्च वगैरह डाल के बनती है। അദ്രക് जिंजर पाउडर। ആ ഓക്കെ ഓക്കെ. ഓ അപ്പോൾ ഇതിൻ്റെ അകത്ത് മറ്റേ സ്വീറ്റ് ആയിട്ടുള്ളതിൻ്റെ അകത്ത് പുളിയുടെ പഴുപ്പും ഇഞ്ചിപ്പൊടി, നമ്മുടെ ഉണക്ക നമ്മുടെ ചുക്കുപൊടി പോലത്തെ അത് മേടിക്കാൻ കിട്ടുമല്ലോ, ആ ഇഞ്ചിയുടെ ഇതും
പിന്നെ ഉപ്പും ചേർത്താണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ജാഗറി, നമ്മുടെ ശർക്കര. ഹായ്, ഇത് നമ്മുടെ ആൻറ്റിയുടെ മോളാണ് മെഹർ. ആൻറ്റി പറഞ്ഞു കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടാലേ ആ ഒരു ഫ്ലേവർ കുറച്ചുകൂടെ കിട്ടുള്ളൂ. ഓക്കെ. ഓ, നമ്മുടെ ഒരല് പോലത്തെ ഇവിടെ പൊടിക്കുന്ന സാധനം കേട്ടോ. ट्रेडिशनल वाला है ना ये? स्टोन है? क्या स्टोन है? നമ്മുടെ കരിങ്കല്ലല്ല, എന്തായാലും വേറെ ഒരു ടൈപ്പ്. ഒരു मेहर ये क्या नाम है, पिंकी टॉवल देना। ഈ കല്ലും ഈ കല്ലും ये प्योर पत्थर होता है, इसके ऊपर पुराने जमाने में जो है मसाले पीसे जाते थे। हाँ हाँ हाँ। तो मैं क्या गीला नहीं करूँगी, गीला करूँगी तो इस पे फ्लेवर इस पे अलग ही आता है। हाँ हाँ हाँ। പക്ഷെ ഇത് നമ്മുടെ കരിങ്കല്ല് പോലെയല്ല, ഇത് ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോണ്. നമ്മുടെ സാധനം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി കഴിച്ചാൽ മതി. ഞങ്ങളെല്ലാരും വെള്ളം വിട്ടിരിക്കുകയാണ്. എപ്പം കിട്ടും എന്നാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. मैं दोनों ही मिक्स कर देती हूँ ना, थोड़ा थोड़ा, तो इसको दोनों की स्टफिंग का टेस्ट आ जाएगा। രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് മറ്റേ ഗ്രീൻ പീസ് അല്ല, വൈറ്റ് പീസും, ഒന്ന് ഉരുളക്കിഴങ്ങ്. पुदीने वाली भी यही चटनी है। ഓ കേസ എങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെ ചോദിക്കും? കേസ ബനാത്തെ. हाँ, कैसा बनाते हो ग्रीन चटनी? ग्रीन चटनी वो वाली है, स्नैक्स वाली। हाँ। अनार को छील के ऊपर से डालो, थोड़ा कलरफुल अच्छा लगता है ना, वो भी बहुत अच्छा लगता है इसके ऊपर डालो जब भी। ഞങ്ങൾ തിന്നിട്ട് മലയാളത്തിൽ सौगी हो जाएगा ना, और कोई बात नहीं आ जाएगी। लेते को दो देते हैं। अभी मैं मटर बना देती हूँ। खाले खाले खराब हो जाएगा ये, इसका क्रंच खत्म हो जाता है ना। अच्छा, बहुत ओह मेरी तो बेकार बना रहे। ഈ നമ്മുടെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഫ്രഷാ അല്ലേ കഴിക്കുമ്പം. നല്ല 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 ടേസ്റ്റ്. ചൂട് ഇപ്പൊ ഇവിടെ നല്ല ചൂടാ, 33 ഡിഗ്രി. ഇവിടെ അത് കുറവാണ്. ആ, ഇതാ ഈ കടല कटोरी में निकाल लो थोड़ा सा। ഇത് ഈ മട്ടറാണ് നമ്മൾ മറ്റേ കുതിർത്തിട്ട് പുഴുങ്ങിയെടുക്കും. ड्राई पीस, ആ, ड्राई पीस, ഗ്രീൻ പീസിന്റെ वाइट। ഇതിന്റെ പേരെന്നാ? नाम क्या है? हम लोग तो इसको मट्ठी बोलते हैं, वहाँ क्या बोलते हैं हम नहीं जानते। पापड़ी नहीं बोलते हैं, मैदे मैदे से बनती है। मैदे क्या, कौन सा फ्लोर बोलते हैं? പ്രത്യേകിച്ചൊരു ഫ്ലേവർ ഒന്നുമില്ല. നമ്മുടെ फ्लोर कौन सा फ्लोर में है? रिफाइंड फ्लावर, इससे बनता है। ഇത് വെച്ച് ഇത് തട്ട എന്ന് പറഞ്ഞ സാധനം. हाँ वही है, You can also eat it with pickle. You can like apply pickle. प्लेन भी पिकल के साथ मसाला लगा के भी खाया जाता है। उसके ऊपर ये डाल के ना मटर और चटनी दही डाल के भी खाते हैं। पूरा अच्छे से पूरा लगाओ। क्या कह रही है कलौंजी? जो तुमको डालना तुम डालो अपने। अभी पारू को दो, पारू को पहले एक मिला है, तू ले ले। उसको दे दे, मैंने मिला। अच्छा खा ले।
രണ്ടും നല്ലതാ. മറ്റേ പീസിന്റെ നല്ല ഒരു ഭയങ്കര ഒരു വ്യത്യാസമല്ല. പക്ഷെ കടലയൊക്കെ ഇഷ്ടമുള്ളവർക്ക്, കടല എന്ന് പറയുമ്പോൾ ഈ ഗ്രീൻ പീസ് ഒക്കെ ഇങ്ങനെ പീസ് ഐറ്റംസ് ഒക്കെ ഇടുന്നവർക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടം. लो लो फटाफट खाओ अभी. ये लो. आओ पारू. നമ്മൾ ഇനി ഇത് തന്നെ വെള്ളം ഒഴിച്ച് കഴിക്കണം അല്ലേ? സെൽഫ് സർവീസ്. അത് പറ. लो 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 खाओ. ഇതിൻ്റെ അകത്ത് ഫില്ലിങ്ങും ഇത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെയല്ല, ഒഴിച്ച് അതിലേക്ക് ഒഴിഞ്ഞ് മറ്റേ പൂരിയുടെ ഫ്രൈസ് മാത്രമേ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ചാട്ട് മസാല വരെ അതിൻ്റെ വീട്ടിലുണ്ടാക്കി. ചാട്ട് മസാല പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ബാക്കിയെല്ലാം വെച്ചിട്ട് എന്താ ഒരു കിടില സംഭവമാണ് ശരിക്കും. ഈ പൂരിയും കൂടെ നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കി ഇങ്ങനെ നമ്മൾ കുഴച്ചൊക്കെ എടുത്തിരുന്നെങ്കിൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് ദേശി ടേസ്റ്റ് കിട്ടിയാണ്. ബാക്കിയെല്ലാം പക്കയായിരുന്നു. നമ്മുടെ വെള്ളം, അതിൻ്റെ അകത്ത് ഒഴിച്ച വെള്ളം സൂപ്പറായിരുന്നു. അതിൻ്റെ അകത്ത് പിന്നെ നമ്മൾ യൂസ് ചെയ്ത മട്ടർ, പ്രതീക്ഷിക്കാണ്ട് തന്നെ മട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നല്ല, ആൻറ്റി പറഞ്ഞ പോലെ നല്ലായിരുന്നു അല്ലേ? വലിയ ഭയങ്കര രീതിയിലുള്ള മറ്റേ ഈ കിഴങ്ങും അത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയത്തില്ല. മട്ടർ കുറച്ചുകൂടെ നല്ല സോഫ്റ്റാണ്, ഇങ്ങനെ കഴിക്കുമ്പം ഇങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോക്കോളും. അതുപോലെ ദഹി വെച്ചിട്ടുണ്ടാക്കിയതും അതും കിടിലായിരുന്നു. അതും നമുക്കറിയത്തില്ലായിരുന്നു. അതിപ്പോൾ ഇവിടെ വന്നപ്പോൾ ആൻറ്റി നമുക്ക് ഉണ്ടാക്കി തന്നതാണ്. പക്ഷെ എല്ലാം കൊണ്ടും ഒരു സൂപ്പർ അല്ലായിരുന്നു. സൂപ്പർ അല്ലായിരുന്നു? സൂപ്പർ അല്ലേ? നീറ്റാണ്. അതെ, പാനിപ്പൂരിയെ കുറിച്ച് ഇനി കുറ്റം പറയാൻ വരുന്നത് വളരെ നീറ്റായിട്ട് ഹൈജീനിക് ആയിട്ട് ഉണ്ടാക്കിയതാണ്. വീട്ടിലുണ്ടാക്കിയ സാധനമാണ്. പക്ഷെ അതിവിടെ വരണം, കിട്ടണമെങ്കിൽ. അതാണ് വേറൊരു കാര്യം. ആന്റി എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, കുറെ ഡിഷസ് ഉണ്ടായിരുന്നു. ആന്റി ഷെഫ് ആയത് കാരണം ഒത്തിരി വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരും. പാറുനാണ് ഉണ്ടാക്കി കൊടുക്കാറ്. എനിക്കിതുവരെ ഉണ്ടാക്കി എങ്ങനെ കിട്ടാൻ ഞാൻ ഇവിടെ നിന്നില്ല ഒത്തിരി നാള്. കാരണം ആന്റി ബാത് പോലെ आप भी बोलो कुछ. मुझे बहुत अच्छा लगा. मैं क्या बोलूँ, मुझे एंजॉय किया मैंने. और मुझे खाने में इतना मजा नहीं आता जितना मुझे खिलाने में आता है. Enjoy Thank you so much. Making everybody eat nice things. Yeah. അതെ, മനസ്സ് നിറഞ്ഞും വയറ് നിറഞ്ഞും ഞങ്ങൾ ഫുഡ് പാനിപ്പൂരി കഴിച്ചു. ഞങ്ങൾ ഇനിയും സ്ഥലത്തുനിന്ന് അല്ലേ? And you are lucky to have a mother like her, so you can have anytime food. ഓക്കെ, ടാറ്റ. ബൈ ബൈ.